വന്ദേമാതരം പൂർണ്ണമായും പാടാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ് ലീഗ്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് എല്ലാം മുറിക്കണം, ജില്ല മുറിക്കണം, വന്ദേമാതരം മുറിക്കണം. പണ്ട് പഴയ ലീഗിൻ്റെ സ്വഭാവമായിരുന്നു ഇന്ത്യ രണ്ടായിട്ട് മുറിക്കണം. അങ്ങനെ ഇന്ത്യ മുറിച്ചുകൊണ്ട് കുറേ ഭാഗം കൊണ്ടുപോയി. കുറേ പേര് അന്ന് അനുകൂലിച്ച് വോട്ട് ചെയ്തവരുണ്ടായിരുന്നു, സീതി സാഹിബ് അടക്കമുള്ള ആൾക്കാർ. അന്ന് ഈ പറയുന്ന ലീഗിന് വേണ്ടിയിട്ട്, പാകിസ്ഥാന് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ആളാണ്. എന്നിട്ട് അവർ പോയില്ല, അവർ ഇവിടെ തന്നെ തുടർന്നു, അതിനെ എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും മുറിച്ചേ പറ്റൂ, മുറിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് വാശി. വന്ദേമാതരം മുറിച്ചേ പാടുന്നു. ആഗസ്റ്റ് 15 വരാൻ പോവുകയാണ്. വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, അതായത് ജനങ്ങൾ നിയമം പാസ്സാക്കിയിരിക്കുന്നിടത്ത് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ധാർഷ്ട്യം അതെത്രമാത്രം വിലപ്പോവും? ഈ ധാർഷ്ട്യം വിലപ്പോവാൻ എളുപ്പമല്ല. കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. പിന്നെ ഇതിനുള്ള ഓർഡർ ഇറക്കിയിരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ്. ഈ ചീഫ് സെക്രട്ടറിയുടെ ഓർഡർ അന്ന് നിങ്ങൾ പാലിക്കേണ്ടതെന്ന് വി.ഡി. സതീശനോ കുഞ്ഞാലിക്കുട്ടിക്കോ കളക്ടർമാരോട് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ചീഫ് സെക്രട്ടറിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ഓർഡറാണ്. അത് ഓർഡർ ബേസ്ഡ് ഓൺ സെൻട്രൽ ഇൻസ്ട്രക്ഷൻ, സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ചീഫ് സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. കേരള ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി ആണെങ്കിൽ പോലും സബ്ജക്റ്റ് ടു സെൻട്രൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ആൻഡ് റൂൾസ് അങ്ങനെ ചീഫ് സെക്രട്ടറി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ തരത്തിലുള്ള മത തീവ്രവാദികളെ മാക്സിമം പ്രീണിപ്പിക്കുക എന്നുള്ള നയമാണ്. അതുകൊണ്ടല്ലേ അസംബ്ലിയുടെ ആദ്യത്തെ സഭ കൂടിയ സമയത്ത് വന്ദേമാതരം മുറിച്ചാ ചൊല്ലിയത്. സത്യപ്രതിജ്ഞയ്ക്ക് മുഴുവൻ പാടി, അത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരാണെന്നൊക്കെയാണ് സതീശൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഏത് കോൺഗ്രസ് ആണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ വിചാരിച്ച് കോൺഗ്രസ് വരണുള്ളൂ എന്നാണ്. ഗാന്ധിജിയും നെഹ്റുവും അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്. അവർ AICC കൂടുമ്പോൾ പാടിയിരുന്ന പാട്ടാണ്. അപ്പോൾ അതൊരു രാജ്യത്തിലെ അന്നത്തെ വിപ്ലവകാരികൾക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ആവേശം കൊടുത്തിരുന്ന പാട്ടാണത്. ആ ഗീതത്തിനെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേശീയമായിട്ടുള്ള ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തിരസ്കരിക്കുക എന്നുള്ളൊരു നയമാണ്. ഇപ്പോൾ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വീര സവർക്കറെ പറ്റിയുള്ള കിസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നില്ലേ? അപ്പോൾ ചാനലിലൊക്കെ വന്നിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞേക്കണം രാജ്യദ്രോഹിയാണ്, മറ്റേതാണ്. രാജ്യദ്രോഹി അല്ല, എന്താണ്, മാപ്പ് എഴുതിയ ആളാണ്, ചെരുപ്പ് വാങ്ങിക്കാതാണ്. ഇവൻ്റെയൊക്കെ നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് സ്റ്റാമ്പ് ഇറക്കിയത്. വെറുതെ ആ വാചോടിക്കുന്ന നേരം കൊണ്ട് അവൻ ഗൂഗിളിലൊന്ന് തപ്പിയാൽ മതി. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഇദ്ദേഹത്തിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞുള്ള വാക്കുകൾ കിട്ടും, നെറ്റിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കാണുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളാം, വിനീത വിധേയനായിട്ട് രാജ്യത്തിന് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് മാപ്പെഴുതി കൊടുത്തത് CP ജോഷി അല്ലായിരുന്നു? CP ജോഷി CPIയുടെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിന്റെ കാല് നക്കിക്കോളാൻ എഴുതി കൊടുത്ത ആള്. എസ്.എ. ഡാങ്ക് എഴുതി കൊടുത്തത് അയാളെ UP-യിലും കണ്ട് മധ്യപ്രദേശിലെ ജയിലിട്ട് അവിടെ ഭയങ്കര ചൂട് കൂടുതൽ, അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ അങ്ങനെ ആക്കി തരണം അതുപോലെ എഴുതി കൊടുത്ത് ക്ഷമ ചോദിച്ച ആളാണ് എസ്.എ. ഡാങ്കെ. ഇവരുടെ പിന്നീട് CPIയുടെ ചെയർമാനായിരുന്നു. ദേശാഭിമാനി ഇതേ പരിപാടി കാണിച്ചിട്ടില്ല? ദേശാഭിമാനി പത്രം അവരും അതേപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മാനബിന്ദുക്കൾ എല്ലാവരും തിരസ്കരിക്കുക എന്നുള്ളതാണ്, എല്ലാത്തിനെയും തിരസ്കരിക്കുക എന്നുള്ളൊരു സംഭവമാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ സവർക്കറുടെ ക്വിസിൽ ആ പേര് വന്നതിനെ പറ്റി അന്ന് പിന്നെ ഏറ്റവും ലെങ്തി, അപ്പോൾ വേറെ ഏതാണ്ട് ഒരാളുടെ 47 കൊല്ലം കിടന്നും പറഞ്ഞ് ഏതാണ്ട് ഒരാളുടെ പേര് പറയുന്നു. എൻ്റെ മാപ്പിളകളുടെ കാലത്ത് കണ്ട് കുറേ പേരെ കൊന്നതിൻ്റെ പേരിൽ പിടിച്ച ഒരാളോ അങ്ങനെ എന്തോ ഒരാളാണ് അയാൾ. അത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് ഇവരെന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ല. ലോക്സഭയിൽ വീര സവർക്കറെ പറ്റി ചർച്ച വന്ന സമയത്ത് അദ്ദേഹത്തിനെ പ്രകൃതി സംസാരിച്ച ആൾ ഇവരുടെ നേതാവ് AK ഗോപാലനാണ്. അതൊക്കെ പാർലമെൻറ്റിൻ്റെ സഭാ നടപടികളിൽ കിടക്കുന്നതാണത്. അതുപോലെ തന്നെ വന്ദേമാതരത്തിനെ അപമാനിക്കുക. കാരണം ഭാരതത്തിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഈ ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവർക്ക് രാജ്യത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ രാജ്യത്തിന് ഇനിയും വെട്ടിമുറിച്ച് അനവധി പീസുകളാക്കണം. അപ്പോൾ ഭാരതത്തിന് ഒന്നായി കാണുന്ന ബിംബങ്ങളോ ഗീതങ്ങളോ ഒന്നും പാടില്ല. അപ്പോൾ ആ ഒരു വാശിയിൽ നടക്കുകയാണ് അവർ. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കോൺഗ്രസും ഇടതുപക്ഷം മുഴുവനുണ്ട്.
അതിൽ CPM തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM പ്രസ്താവന ഇറക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് എൻ്റെ പ്രസ്താവന ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബിനോയ് വിശ്വം ഇന്നലെ പ്രസ്താവന ഇറക്കിയത്. ഇനിയിപ്പോൾ ഇന്നും പ്രസ്താവനകളുടെ ദിവസമായിരിക്കും, ധാരാളം പ്രസ്താവനകൾ വരും. ഇനി ഇവരിന്ന് എന്ത് ചെയ്യും മറ്റേ സ്വാതന്ത്ര്യദിനത്തിനെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു പക്ഷേ ഇവർ പൂർണ്ണമായിട്ടും ആലപിക്കാതിരുന്നാൽ അതിന് നടപടി ഉണ്ടാവില്ലേ? നടപടി എടുക്കാം കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ നടപടി ശിക്ഷയ്ക്കും ഒക്കെ കാരണമാവില്ലേ? ശിക്ഷക്കാരൻ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്നതിന് തുല്യമാണത്. മുഴുവൻ പാടണമെന്നാണ് നിയമം. അതെ. അപ്പോൾ നടപടി എടുക്കാനായിട്ട് സാധ്യത ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് ഇവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ എന്തിനെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന എന്തിനെ എതിർക്കുക, ദേശീയതയുടെ ബിംബങ്ങളായുള്ള എന്തിനെ എതിർക്കുക, ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതിനെ ഹിന്ദുത്വമായിട്ട് കണക്കാക്കുക, ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടയാടുക. ആ തരത്തിലുള്ള തരം താഴ്ന്ന പരിപാടികളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അത് വന്ദേമാരെന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ ധീരദേശാഭിമാനികളെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദിതരാക്കിയിട്ടുള്ള ഗീതമാണത്. ഇന്നും ആ ഗീതം കേട്ടുന്ന സമയത്ത് ആൾക്കാർക്ക് ആ മനസ്സിൽ ഇത് വരുന്നുണ്ട്, പുതിയ തലമുറയ്ക്ക് പോലും. ഇപ്പോൾ 50ാം സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി കാലഘട്ടത്തിൽ 97 ആ സമയത്താണല്ലോ വന്ദേഭാരതത്തിനെ മാക്സിമം പോപ്പുലറൈസ് ചെയ്തത്. അന്ന് AR റഹ്മാൻ്റെ പാട്ടുമൊക്കെ ആയിട്ട് വന്നു. അന്ന് എവിടെയും ആൾക്കാരത് അതിൻ്റെ 2 വരിയെങ്കിലും പാടാൻ തയ്യാറായിരുന്നൊരു കാലം വരുന്നത്. കാരണം അത് ആളുകളുടെ മനസ്സിൽ കൊണ്ടിരുന്നു. അത് ആ നിലയ്ക്ക് TV-യിലും എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ ഇവരിപ്പോൾ മനഃപൂർവ്വം അതിനെ പിടിച്ച് പിന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. കാര്യത്രേ ഉള്ളൂ, അവർക്ക് ഈ തീവ്രവാദികളെ, ഈ എന്താ പറയുക, ഭീകരവാദികളെയും അതേപോലെ തന്നെ ഫണ്ടമെൻ്റലിസ്റ്റുകളെ പ്രീണിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, അതുവഴി വോട്ട് മേടിച്ചെടുക്കണം. അതിൽ കവിഞ്ഞ ഒന്നുമില്ല അവർക്ക്. അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നത്? എല്ലാ കാര്യവും നോക്കിക്കോളൂ. ഇവർ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വീര സവർക്കറിൻ്റെ പടം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചത് BJP ഒന്നും അല്ല, ഇവരെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ്, കോൺഗ്രസിൻ്റെ. എന്നാലും വീര സവർക്കറിൻ്റെ 4 ചീത്ത പറഞ്ഞാലേ ഓർക്കാൻ പറ്റുള്ളൂ. വന്ദേമാതരം മോഡി കണ്ടുപിടിച്ചതൊന്നുമല്ലല്ലോ, അല്ലേ? 100 വർഷം ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ രാജ്യത്തിന് വേണ്ടി പ്രചോദിപ്പിച്ചതാണ്. 100 കൊല്ലത്തിലധികമായി അത്. അല്ല സാർ, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ബംഗാൾ വിഭജന കാലത്ത് അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് വന്ദേമാതരം പാടുകയും പരസ്പരം കയ്യിൽ രാഖി, രക്ഷാബന്ധൻ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മുടെ റെക്കോർഡുകളിൽ, ചരിത്ര രേഖകളിലെല്ലാം ഉണ്ട്. മുസ്ലിങ്ങൾ പാടുകയാണ്, മുസ്ലിങ്ങൾ പരസ്പരം ഒന്നിച്ചിരുന്ന് പാടുകയാണ്. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ അതിന് ഏറ്റവും അധികം ശക്തി പകർന്നിരുന്നത് വന്ദേമാതരമായിരുന്നു. അതൊക്കെ ചരിത്രമാണ്. പക്ഷെ ഇവർക്ക് ചരിത്രം ബാധകമല്ലല്ലോ. ഇന്ദിരാഗാന്ധിയാണ് സ്റ്റാമ്പ് ഇറക്കിയത് എന്നുള്ളത് പോലും ഈ പൊട്ടന്മാരെ അറിയുകയോ ഇല്ലാതെയാണോ അല്ലെങ്കിൽ അറിയാത്ത പോലെ പൊട്ടത്തര അഭിനയിക്കണമെന്ന് അറിയില്ല. നെറ്റിൽ കയറിയാൽ കാണാം സ്റ്റാമ്പ് ഇറക്കിയ സംഭവം. വേറെ ആരും ചെയ്തതല്ല, ഇന്ദിരാഗാന്ധി തന്നെ ചെയ്ത സ്റ്റാമ്പ് ഇറക്കിയത്. ആ സമയത്ത് രാജ്യത്തിൻ്റെ ഉത്തമ രാജ്യസ്നേഹി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെഹ്റുവും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ, ആരും പറയാതില്ല. പക്ഷെ മാറിയ കാലാവസ്ഥയിൽ ഇപ്പോൾ റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തിനാണ് മാർക്കറ്റ്, അതാണ് വോട്ടിനെ നിയന്ത്രിക്കുന്നത് എന്ന് വരുമ്പോൾ ചുവട് മാറ്റി ചാടി കളിക്കുക. തികഞ്ഞ രാഷ്ട്രവിരുദ്ധത തന്നെയാണ് ഇതിൻ്റെ ആധാരം എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ MK മുനീറായിരുന്നു സവർക്കർക്കെതിരെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. വൈകാതെ പാണക്കാട് തങ്ങളും വരും, KM ഷാജി വരും. അതെ, KM ഷാജിക്ക് പിന്നെ ശീലമാണല്ലോ വർഗീയത, മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളല്ലേ. അതെ, എല്ലാവരും വരും. ഇനി സതീശൻ എന്താ വരാൻ വൈകുന്നതെന്ന് ഞാൻ ഓർക്കണം, ഈ സമയം കിട്ടാനാണെന്ന് അറിയില്ല. അതും വരും ഉടനെ. ഏതായാലും ഇവരുടെ ശത്രുവായിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നത് ഈ രാഷ്ട്രസങ്കല്പത്തെയാണ്, രാജ്യത്തെയാണ്, ഭാരതമാതാവിനെയാണ് എന്നുള്ളൊരു സംശയം. ഭാരതമാതാവിനെ, രാഷ്ട്രസങ്കല്പത്തിനെ, ഈ രാഷ്ട്രത്തിനെയുമാണ്. ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ
മാനബിന്ദുക്കളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനോ എതിർക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വേറെ എന്താ അതിൻ്റെ അർത്ഥമുള്ളത്? അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് പുതിയ തലമുറ മനസ്സിലാക്കണം എത്രത്തോളം രാജ്യത്തിന് അപകടകരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നുള്ളത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.